സുഹൃത്തുക്കളെ, ഏകദേശം സ്ഥാനാർത്ഥികൾ എല്ലാം പ്രഖ്യാപിക്കപ്പെടുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞു. ഇലക്ഷൻ ഏപ്രിൽ 9 റിസൾട്ട് മെയ് 4 കേരളത്തിൻ്റെ റിസൾട്ട് എല്ലാം മെയ് 4 എല്ലാതിൻ്റെയും വരും. പക്ഷേ ഏപ്രിൽ 9 നമുക്കൊരു LDF എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുകയാണ്. നമുക്കൊരു 10-20 ദിവസമേ ഉള്ളൂ. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ വികസനത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് LDF ഉണ്ടാക്കിയ നേട്ടങ്ങൾ കഴിഞ്ഞ 10 വർഷം മുമ്പുള്ള ഒരു കേരളത്തിനെ മാറ്റിമറിക്കുകയും മുന്നോട്ട് നയിക്കുകയും പ്രത്യക്ഷത്തിൽ ലോകത്തിന് കാണാവുന്ന രീതിയിൽ ഈ വികസനം സംഭവിച്ചു എന്ന് അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള 10 വർഷമാണ്. ഒരു സംശയമില്ല. മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മുന്നിൽ തന്നെയാണ് കേരളം എന്നുള്ളതാണ്. എന്നിട്ടും കേരളം വികസിച്ചിട്ടില്ല എന്നാണ് BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടങ്ങാൻ മാറ്റം അവരിപ്പോഴും തുടങ്ങാൻ മാറ്റം എന്നേ വന്നിട്ടുള്ളൂ. മാറ്റം എന്ന് പറയുന്ന അവരുടെ മൈൻഡാണ് മാറേണ്ടത്. കേരളത്തിനെ പരമാവധി സഹായിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഒരു ഇമേജ് രക്ഷപ്പെടുത്താൻ കേരളമെങ്കിലും ഉണ്ടല്ലോ എന്ന് പറയുന്നതിന് പകരം തുടങ്ങാൻ മാറ്റം, അപ്പോ മാറ്റം തുടങ്ങാം എന്നൊക്കെയുള്ള രീതി. ഇവിടെ തുടരണം മാറ്റം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടരണം മാറ്റം. അപ്പോ ഈ ഇതിന്റെ അടിസ്ഥാന പ്രശ്നം വെച്ചാൽ ലോകം വീക്ഷിക്കുന്നത് ഇന്ത്യയിൽ കേരളം എങ്ങനെ എന്നുള്ളത് ഒരു ഭാഗമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കേരളം എന്തുകൊണ്ട് മെച്ചപ്പെടുന്നു? ഒരുപക്ഷെ ലോകത്തിലെ മറ്റ് രാഷ്ട്രങ്ങൾ, നമ്മളെ ഏറ്റവും വികസിത രാഷ്ട്രം എന്ന് പറയുന്നത് ജപ്പാനോ ചൈനയോ സ്വിറ്റ്സർലൻഡോ അയർലൻഡോ ഒക്കെ പോലെ തന്നെ ചെറുതും വലുതുമായ രാഷ്ട്രങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അതിൽ ചെറുത് എന്ന് പറയുന്ന ഈ 3 കോടി 1.5 കോടി 2 കോടിക്കുള്ള രാഷ്ട്രങ്ങളുടെ ഒപ്പം നമുക്ക് വികസിക്കാൻ പറ്റും കേരളത്തിന് എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിന്റെ പ്രവാസികളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും നമ്മുടെ എക്കണോമിക് സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങളും പിന്നെ സാംസ്കാരികമായിട്ട് നമ്മുടെ ഒരുപാട് കാലങ്ങളുടെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ നവോത്ഥാന മൂല്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ നയങ്ങളിലും നമ്മുടെ ഒരു സാക്ഷരതയുടെയും ആ ലെവലുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ശാസ്ത്രബോധവും യുക്തിബോധവും ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വികസിത രാഷ്ട്രങ്ങളിൽ നിൽക്കുന്ന ആ ഒരു ശാസ്ത്രബോധത്തിന്റെയും അല്ലെങ്കിൽ ടെക്നിക്കൽ പെർഫെക്ഷൻ ആയിട്ടുള്ള അതിന്റെ ബോധത്തിന്റെയും ഒപ്പം തന്നെ നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കേരളത്തിനെ നമ്മൾ മാതൃകയാക്കി മാറ്റുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ അത് ആ കാര്യത്തിലൊക്കെ വളരെ പുറകിലാണ്. കേരളം എന്തുകൊണ്ടാണ് അങ്ങനെ ആയിത്തീർന്നത്? കേരളത്തിലേക്ക് മാത്രം ഇത്രയധികം ഇടതുപക്ഷ ബുദ്ധിജീവികളും ഏറ്റവും മികച്ച സിനിമകളും ഏറ്റവും മികച്ച നാടകങ്ങളും എഴുത്തുകളും നോവലുകളും കവിതകളും എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിന് കഴിഞ്ഞൊരു 100-150 വർഷമായിട്ടുള്ള ഫൈറ്റ്, സമരം, ഏറ്റവും കൂടുതൽ അവകാശ സമരങ്ങൾ, അത് ഈ നമ്മളെ അയ്യങ്കാളി നാരായണഗുരു മാത്രമല്ല, പണ്ഡിറ്റ് കറപ്പൻ മുതൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിഗംഭീരമായ സമരങ്ങളുടെ ഒരു പരമ്പരയാണ്. എഴുത്തുകാരില് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നുമില്ല. പൊൻകുന്നം വർക്കിയടക്കം അതിഗംഭീരമായിട്ട് അന്നത്തെ പിന്നെ ഈ പറഞ്ഞ അധികാരത്തിനെതിരെ, പള്ളിയുടെ അധികാരവും പള്ളിയും തമ്മിലുള്ള കൂട്ടുകെട്ടിനെതിരെ പോരാടിയ ഒരു മഹാരഥന്മാരുടെ ചരിത്രമാണത്. വിപ്ലവകാരികളായിട്ടുള്ള എഴുത്തുകാർ പി ജാനണി മുതലുള്ള ഒരുപാട് പേരുടെ ചരിത്രമുണ്ട് ഇവിടെ. അതിനൊപ്പം തന്നെ നമുക്ക് എല്ലാ വിഭാഗത്തിൽ നിന്നുണ്ട്. ഈ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്നുള്ള രീതിയിൽ റബലായിട്ട് നിൽക്കുന്ന ആളുകളിൽ ധാരാളം പേര് വന്നിട്ടുണ്ട്, എഴുത്തുകാർ. അങ്ങനെ കേരളത്തെ നവീകരിക്കുന്നതിനകത്ത് ഏറ്റവും പ്രാകൃതമായി കിടക്കുന്ന, ഏറ്റവും അടിമത്വത്തിന്റെ വേറെ തലത്തിൽ കിടക്കുന്ന കേരളം നവീകരിക്കപ്പെട്ടേ പറ്റൂ എന്നുള്ളത് വെറുതെ ഉണ്ടായതല്ല. സോവിയറ്റ് യൂണിയൻ എന്നുള്ള ഒരു രാഷ്ട്രം 1917 മോചിതമാകുമ്പോൾ, അല്ലെങ്കിൽ വിപ്ലവത്തിലൂടെ അത് ബോൾഷെവിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ വിപ്ലവം പൂർത്തീകരിക്കുമ്പോൾ അതിന്റെ അലയൊലികൾ കൃത്യമായിട്ട് ഈ ഇന്ത്യയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് വന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട, റഷ്യൻ സാഹിത്യം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട സ്ഥലം കേരളമാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അതിന്റെ വേറെ തലത്തിലുള്ള ഒരു 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 എഡ്യൂക്കേഷണൽ തലത്തിൽ ഉള്ള ഒരു ബ്രെയിൻ ഇവിടെ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ 1925 ശേഷം ആ ഒരു മൂവ്മെന്റ് നാരായണഗുരുവിന്റെ തുടർന്നുള്ള മൂവ്മെന്റ് ടേക്കപ്പ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്നിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യരാണ് ലോകത്തിന്റെ അപ്പുറത്തേക്ക് 70-കളിലും 80-കളിലും പോയിട്ട് പ്രവാസികളായി മാറിയിട്ട് മുന്നോട്ട് വരുന്നത്. അത്രമാത്രം അവകാശ സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ തന്നെ ഇതിനെ കട്ടിമറിക്കുന്ന വിമോചന സമരം ഉണ്ടായിട്ടുണ്ട്.
EMS ഗവൺമെന്റിനെ മട്ടിമറിക്കുന്ന വിമോചന സമരം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞു വരുന്നത് കേരളം അതുകൊണ്ട് തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് മാത്രമേ ഇനി ചിന്തിക്കാൻ പറ്റുള്ളൂ. കാളവണ്ടി യൂത്തിലേക്ക് പോകാൻ പറ്റില്ല. BJP അല്ലെങ്കിൽ NDA പറയുന്നത് ഞങ്ങൾ വികസിപ്പിച്ച് തരാമെന്ന് പറഞ്ഞത് ഇപ്പോൾ വികസിപ്പിച്ചതെന്ന് പുറകോട്ട് കൊണ്ടുപോകാനാണ്. അതായത് എന്ത് പറഞ്ഞാലും ഈ സാംസ്കാരികമായ ഒരു ഇന്നർ ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ട്. അതിന് യുക്തിബോധത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും ശാസ്ത്രബോധത്തിൻ്റെയും അതിൽ നിന്ന് ഞങ്ങൾ കുറെ അന്ധവിശ്വാസത്തിലേക്ക് നിങ്ങളെ വികസിപ്പിച്ച് തരാം, മാറ്റിത്തരാമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അന്ധവിശ്വാസ ജട്ടിലമായൊരു കേരളമാണ് ഞങ്ങൾക്ക് വേണ്ടത്. കാരണം നിങ്ങൾ ഇത്രമാത്രം മുന്നോട്ട് പോയാൽ അത് ശരിയാവില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ അന്ധവിശ്വാസത്തിനൊപ്പത്തിന് പോയാൽ മതി. മനസ്സിലായ? മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പം അന്ധവിശ്വാസമൊക്കെ നിൽക്കുന്നില്ല, അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത തലമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലെവലിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ഈ സിലബസ് മാറ്റുന്നത്. എന്നുവെച്ചാൽ കേരളത്തിന്റെ ഈ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ശാസ്ത്രബോധവും യുക്തിബോധവും നിരീശ്വരവാദവും നവോത്ഥാന മൂല്യങ്ങളും ഒന്നും ശരിയല്ല. കാരണം അതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് അത് എത്താൻ പറ്റുന്നില്ല. അപ്പം നിങ്ങളെ പിടിച്ച് ഇങ്ങോട്ട് വലിച്ചിടണം. നിങ്ങൾ ഗോണി കുറെ കയറിപ്പോയി. ഗോണി കയറിപ്പോയിട്ട് ഞങ്ങൾ താഴെ നിൽക്കുന്ന ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളോട് കയറുമെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ നിങ്ങളെ അവിടുന്ന് വലിച്ചിടാൻ പോവുകയാണ്. ആ ഗോണിയുടെ ടോപ്പിൽ നിന്ന് നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് നക്ഷത്രങ്ങളെയും മറ്റൊക്കെ കയ്യെത്തി പിടിക്കാനാണ് നോക്കുന്നത്. അത് ശരിയാവില്ല. അങ്ങനെ കേരളം അങ്ങനെ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടാൽ പോരില്ല. ഞങ്ങളെ പോടെ ഒപ്പം നിൽക്ക്. ഞങ്ങൾ 1-2 സ്റ്റെപ്പിലെത്തിയിട്ടുള്ളൂ ഇപ്പോൾ. മനസ്സിലായി? അപ്പൊ ആ കളിയാണ് ഇവര് ഈ ഓഫർ ചെയ്യുന്നത്. തുടങ്ങാൻ മാറ്റും എന്നൊക്കെ പറയുന്നത്. എന്ത് മാറ്റാന്നറിയൂ? തുടങ്ങാം അട്ടിമറിക്കലാണ്. ഇതുവരെ നമ്മൾ ചെയ്തതിനൊക്കെ മാറ്റിമറിക്കാന്ന് പറഞ്ഞാൽ പുറകോട്ടടിക്കാനാണ് ഈ പറയുന്നത്. ആ രീതിയിൽ ജനം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ LDF എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഈ മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ അകത്ത് എത്രമാത്രം കേന്ദ്രം നമ്മളെ ഞെരുക്കിയാലും ഇതിനപ്പുറത്തേക്ക് അതിനെ അതിജീവിച്ചു പോകുന്ന ഈ പറഞ്ഞ ലോകവ്യാപകമായി നിൽക്കുന്ന നമ്മുടെ 50 ലക്ഷത്തോളം പ്രവാസികളടങ്ങുന്ന അതിഗംഭീരമായൊരു സംഭവമുണ്ട്. സത്യത്തിൽ ഈ യുദ്ധം ഉണ്ടാക്കുന്ന ഒരു ഭീകരത എന്താണെന്ന് വെച്ചാൽ ഈ പ്രവാസികൾ എന്ന് പറയുന്നവർക്ക് സാമ്പത്തികമായി ഞെരുക്കുണ്ടായിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ ഞാനീ പറയുന്നത്. പ്രവാസികൾ അത്രമാത്രം LDF ഗവൺമെന്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്ത് യുദ്ധം എന്ത് മഹാമാരി ഉള്ളപ്പോഴും ഹെൽപ്പ് ചെയ്തിരുന്ന എനർജി ആ എക്കണോമിക് സോഴ്സ് പോലും കട്ടായി പോകും. കാരണം എല്ലാവരും സാമ്പത്തികമായി ഞെരുക്കത്തിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ആരെ ബാധിക്കും? ഏറ്റവും കൂടുതൽ ബാധിക്കും ഇവിടെ കേരളീയരായിരിക്കും, കേരളത്തിനായിരിക്കും. അപ്പോൾ യുദ്ധം ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് നമ്മൾ ഇന്ധനക്ഷാമം മാത്രമല്ല, എക്കണോമിക് സോഴ്സ് കട്ടാവും. ഇവിടുത്തെ പദ്ധതികൾക്ക് ഗവൺമെന്റിന് കാശ് കിട്ടാത്ത രീതി വരും. ഡയറക്റ്റ് ഒരു കേന്ദ്ര ഗവൺമെന്റിനോ ആർക്കും അത് ബാൻ ചെയ്യാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പണി തരികയാണ്. ക്യൂബയിൽ ഞെരുക്കുണ്ടാക്കുന്നു. ചൈനയിലേക്ക് പോകേണ്ട ഇറാനിൽ നിന്ന് പോകുന്ന ഇന്ധനങ്ങൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം? ഇന്റർനാഷണൽ ഒരു സ്റ്റേറ്റ് മാഫിയയുടെ കളികളാണ് നടക്കുന്നത്. ഇന്റർനാഷണൽ ലെവലിലുള്ള വാർ മാനിയ എന്ന് പറയുന്നതിൽ നിൽക്കുന്ന സ്റ്റേറ്റ് മാഫിയയുടെ ഭീകരമായ കളികളാണ്. ഒറ്റയടിക്ക് ഒരു പിടിക്ക് 5-10 പക്ഷികൾ ഇടാം എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് കേരളത്തിൽ ഞെരുക്കാം, കേരളത്തിലേക്ക് വരുന്ന പ്രവാസികളുടെ സഹായ ഹസ്തങ്ങൾ വെട്ടിമാറ്റാം, ക്യൂബ ഞെരുക്കാം. ക്യൂബ മാത്രമല്ല, ഇവരെ കൺട്രോളിലില്ലാത്ത എല്ലാ രാഷ്ട്രങ്ങളും ഞെരുക്കാം. ഇനിയിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇന്ധനം പോകുന്നത് പറഞ്ഞ അമേരിക്ക വിചാരിച്ചാലേ നടക്കുള്ളൂ എന്നോടത്തേക്ക് എത്തിക്കുകയാണ്. അമേരിക്ക വിചാരിച്ചാലേ ഇതൊക്കെ നടക്കുള്ളൂ എന്ന് പറയുന്നിടത്തേക്ക് എത്തിക്കുന്നു. ഇറാഖിനെ പണ്ട് ആക്രമിക്കുമ്പോൾ ഇത് തന്നെയായിരുന്നു അജണ്ട. പക്ഷേ അന്ന് പിന്നീട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയി ഇറാനെ കയ്യിൽ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഒന്ന് മുസ്ലിം വിരുദ്ധമായിട്ടുള്ളൊരു അറ്റാക്കായിട്ട് മാറ്റുകയും ലോകത്തിൽ മുഴുവൻ മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കുകയും ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ സാമ്പത്തിക ഞെരുക്കുണ്ടാക്കിക്കൊണ്ട് കേരളത്തിന്റെ വികസനത്തിലേക്ക് വരുന്ന ഫണ്ടിന്റെ സോഴ്സ് വരെ കട്ട് ചെയ്ത് കളയും. കാരണം ഇവിടുന്ന് പ്രവാസി 1000 രൂപ കൊടുത്തിരുന്ന ആൾ പറയണേ എനിക്ക് സാർ ഇനി 100 രൂപ തരാൻ പറ്റുള്ളൂ എന്ന് CMനെ വിളിച്ച് പറയേണ്ട അവസ്ഥ വരും. ഞാൻ ഇന്നലെ 10 ലക്ഷം തന്നു, എനിക്കൊരു 50,000 തരാൻ പറ്റുള്ളൂ. എക്കണോമിക് ആയിട്ടുള്ള സ്ട്രിഞ്ചൻസി, സ്കേഴ്സിറ്റി അതുണ്ടാക്കുക, ഇന്ധനത്തിന്റെ സ്കേഴ്സിറ്റി ഉണ്ടാക്കുക. നമ്മുടെ വീടാന്തരം സംഭവിച്ചു തുടങ്ങി. ഇലക്ഷൻ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപക്ഷെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഈ ഏപ്രിൽ 9 കഴിഞ്ഞിട്ടും ഒരു 2 ആഴ്ച കൊണ്ട് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ലോകത്തിൻ്റെ ഒരു ബാലൻസിങ് ഭാഗമായിട്ട് വരും. പക്ഷേ ഏപ്രിൽ 9-നും ഇടയിൽ ഭയങ്കരമായ ജാമാവുന്നൊരവസ്ഥ, പ്രതിസന്ധി കൂടാൻ സാധ്യതയുണ്ട്. അത് മുഴുവൻ LDF ഗവൺമെൻറ് തലയിലേക്ക് കെട്ടിവെക്കുന്നൊരവസ്ഥയ്ക്ക് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെ നമ്മൾ ഈ 15-20 ദിവസം കൊണ്ട് എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളൂ. കാരണം ജനങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞാൽ ഇത് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളൊന്നും യാതൊരു കുഴപ്പമില്ല, കേരളത്തിൽ മാത്രമേ കുഴപ്പമുള്ളൂ എന്ന് പറയും. അത് കേന്ദ്രം പറയും, കോൺഗ്രസ്സുകാർ സപ്പോർട്ട് ചെയ്യും.
നമ്മൾ ജനത തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും 10 വർഷം കൊണ്ട് എത്രമാത്രം സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാക്കിയാലും ചൂരൽമലയിലേക്ക് 10 പൈസ തന്നില്ലെങ്കിലും അവിടെ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാവുന്നു. എനിക്കോ നിങ്ങൾക്കോ വ്യക്തിപരമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രസ്ഥാനത്തിന്, ഒരു ഗവൺമെന്റിനെ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഗവൺമെന്റ് അത് അതിഗംഭീരമായിട്ട് ചെയ്യുന്നു. ഏറ്റവും ചതിയന്മാരും വഞ്ചകരായിട്ടുള്ള കോൺഗ്രസ്സുകാർ ഞങ്ങളിതേ വീട് വെക്കാൻ പോകുന്നു. എത്ര കാലമായി ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ട് വീട് വെക്കാൻ ഒരു കല്ല് പോലും ഇട്ടിട്ടില്ല. അപ്പോൾ സത്യത്തിൽ ഈ ഒരു തരം ഉടായ്പായിട്ട് നടക്കുന്ന മനുഷ്യരെ വഞ്ചിക്കുന്ന ഒരു ഭാഗത്തുള്ളപ്പോൾ LDF ഇത് മറികടന്നുകൊണ്ട് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കി തരുന്നു. ആ പരസ്യത്തിൽ പറയുന്ന പോലെ ഒരു സൂപ്പർമാൻ പവറിലേക്ക് വന്നിട്ട് എല്ലാം മാറ്റിമറിക്കുന്നു. 10 വർഷം കൊണ്ട് വിദ്യാഭ്യാസ അന്തരീക്ഷം മാറ്റുന്നു, ആരോഗ്യത്തിന്റെ അന്തരീക്ഷം മാറ്റുന്നു. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇതൊക്കെ. ഇത് മുഴുവൻ ഒറ്റയടിക്ക് ജാമാക്കാൻ പറ്റുമോ? ഒരു യുദ്ധമേ നടക്കുള്ളൂ. ഈ കൊറോണ പോലെ മഹാമാരി അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ ലോകത്തിലെല്ലാവരും ബാധിക്കും. പക്ഷെ യുദ്ധം അതല്ല. അത് ക്യാപിറ്റലിസ്റ്റുകളെ കുറച്ച് ന്യൂനപക്ഷത്തിന് വലിയ കോടീശ്വരന്മാരാക്കി മാറ്റുകയും ബഹുഭൂരിപക്ഷം മനുഷ്യരെ വീണ്ടും ഞെരുക്കുകയും ചെയ്യും. കൊറോണ വരുമ്പോൾ അതല്ല, ലോകത്തിലെല്ലാവരും ബാധിക്കും. പക്ഷെ യുദ്ധം ഉണ്ടാക്കുന്നവരുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ വരിക. ഇതൊരു ഭാഗത്ത് തിരിച്ചറിയുക. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ജനങ്ങളോട് ഈ റിയാലിറ്റി മുന്നിൽ പറയുക. നിങ്ങളുടെ കയ്യിൽ പെൻഷൻ വരുന്നുണ്ടോ? ഈ വെറവറായിട്ട് നിൽക്കുന്ന സമയത്ത് 2000, 4000, 5000 ഒക്കെ കയ്യിൽ വരുന്നു എന്ന് പറയുന്നത്, 60 കഴിഞ്ഞ കലാകാരന്മാർക്ക് 4000 ഉള്ള 5000 ആവുന്നു. ഞാനൊന്നും എഴുതി കൊടുത്തിട്ടില്ല, ഞാൻ എഴുതി കൊടുക്കുമായിരിക്കും. ഈ പെൻഷൻ വീട്ടിൽ 2000 കിട്ടുന്നത് ഓരോരുത്തരും ആ കയ്യിലിങ്ങനെ വരുമ്പോൾ അത് നിസ്സാരമല്ല. അത് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ ഇപ്പോൾ നവീകരിക്കപ്പെട്ട റോഡുകളിൽ ഇനി പേഴ്സൻറ്റേജ് ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഗംഭീരമാക്കണം. സ്കൂളുകളിൽ പോരാത്തത് കൊണ്ടുവരണം, എല്ലാം കൊണ്ടുവരണം. AI ആയിട്ട് ബന്ധപ്പെട്ട് എന്താണെങ്കിൽ അത് കൊണ്ടുവരണം. IT മേഖല ഹൈടെക് ആവണം. ആരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം ഹൈടെക് ആവണം. നമ്മൾ ആ രീതിയിൽ വേണം LDFനെ കാണാൻ. ഒരു 5 വർഷം കൂടി കൊടുക്കണം. പിന്നെ ഇത് ഇത്രയും സൗകര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ ചില വ്യക്തികൾ അതിനകത്ത് അധികാര കസേര മാത്രം കണ്ടുകൊണ്ട്, വ്യക്തികളുടെ പേരെടുത്ത് പറഞ്ഞാൽ ആലപ്പുഴ G. സുധാകരൻ അടക്കം, അല്ലെങ്കിൽ ഒരു CC മൂന്നാണ്. എന്തൊരു പൊട്ടത്തരമാണ് ചെയ്തു വെക്കുന്നത്. നിങ്ങൾക്ക് എന്തേ ഒരു 5 വർഷം അധികാരത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഈ കോടിക്കണക്കിന് മനുഷ്യര്, ലക്ഷക്കണക്കിന് മനുഷ്യര് കസേരമോഹികളല്ല. അവരെ കൂടെ ഞാൻ ഒരു 5 വർഷം നടന്നോട്ടെ. ഞാനാണെങ്കിൽ അങ്ങനെ പറയാം. എന്ത് അധികാര സ്ഥാനത്ത് നിന്ന് ഞാൻ വന്നിട്ട് എന്നെ പിടിച്ച് പുറത്താക്കിയല്ലോ, ഓക്കെ. നമ്മൾ ജനങ്ങളുണ്ട്, ജനങ്ങളെ വിശ്വസിക്കുക. ഞാൻ അവരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രസ്ഥാനം എന്ന് പറയുന്നത് അതിനു വേണ്ടി നിൽക്കുന്നവരെ കൂടെ നിൽക്കണം. ഒരു 5 വർഷം. ഇത് പിന്നെ വൈകിട്ട് എല്ലാം പണി കഴിഞ്ഞിട്ട് വൈകിട്ട് കൊടടച്ച പോലെയായി. G. സുധാകരൻ്റെ VS അച്യുതാനന്ദനൊപ്പം പിടിക്കാനാണ് പരിപാടി. VS അച്യുതാനന്ദൻ എന്ന മനുഷ്യൻ വില കൊടുത്തതിനെ എല്ലാവരും അയാൾ എന്ത് പിന്നെ വാശി പിടിച്ച് എന്ത് പാർട്ടി സമ്മേളനത്തിൽ ഇറങ്ങി വീട്ടിൽ പോയിരുന്നാലും എല്ലാ പാർട്ടി സഹാക്കളും അവരുടെ വീട്ടിലെത്തുന്ന രീതിയിലേക്ക് വരുന്നത്. അത് ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമേജാണ്. G. സുധാകരൻ പഠിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അത്ര ഒരു ഇമേജ് ഇല്ല. നിങ്ങൾ ആലപ്പുഴയിലുള്ള സ്ത്രീകളും ഒക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. സഖാവ് എന്ന വാക്ക്, ഞാനൊരു കവിത എഴുതുന്നുണ്ട്. അയാളിൽ നിന്ന് ഇറങ്ങിപ്പോയി, അടിയിറങ്ങിപ്പോയി. സഖാവ് എന്ന വാക്ക് തെരുവിലൂടെ സഞ്ചരിച്ച് രക്തസാക്ഷി മണ്ഡപത്തിലെത്തി. രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിന്ന് സഖാവ് എന്ന വാക്ക് രക്തസാക്ഷി മണ്ഡപത്തിനോട് പറഞ്ഞു, ഇത്രകാലം എന്നെ ചുമന്നു നടന്ന ആ മനുഷ്യനെ ഓർത്ത് എനിക്ക് മാപ്പ് തരിക. സഖാവ് എന്ന വാക്ക് രക്തസാക്ഷി മണ്ഡപത്തിനോട് പറയാണ്, എനിക്ക് മാപ്പ് തരിക. ഇദ്ദേഹം ഈ സഖാവ് എന്ന വാക്ക് ചുമന്നു നടക്കുമ്പോഴും യുദാസിന്റെ മനസ്സും ഹിറ്റ്ലറുടെ മനസ്സും എല്ലാ ഒറ്റുകാരുടെയും മനസ്സായിരുന്നല്ലോ. ആ മനസ്സുള്ള ശരീരത്തിലാണല്ലോ ഈ സഖാവ് എന്ന വാക്ക് അദ്ദേഹം ചുമന്നു നടന്നു. അതുകൊണ്ട് എനിക്ക് മാപ്പ് തരിക എന്ന് രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിൽ ഈ സഖാവ് എന്ന വാക്ക് പോയിട്ട് മുട്ടുകുത്തി അപേക്ഷിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് എന്തുകൊണ്ട്? CC മൂന്നിനും പഠിക്കണം, G. സുധാകരനും പഠിക്കണം. സ്വന്തം പേരിലുള്ള ഒരു കോടിക്കണക്കിന് സ്വത്തിനേക്കാളും മൂല്യമുള്ള ഒരു വീടാണ് സഖാവ് എന്ന് പറയുന്നത്. സഖാവ് P. കൃഷ്ണപിള്ളയിൽ നിന്ന് കൃത്യമായിട്ടും ചരിത്രത്തിലൂടെ സഞ്ചരിച്ച, ചാട്ടുളി പോലെ സഞ്ചരിച്ചൊരു വാക്കാണത്. ഡയമണ്ട് പോലെ സഞ്ചരിച്ചൊരു വാക്കാണ് സഖാവ് എന്ന് പറയുന്നത്. അത് കളഞ്ഞു കുളിക്കുന്നൊരു മനുഷ്യൻ പിന്നെ എന്ത് മനുഷ്യനാണ്? നിങ്ങൾ എന്ത് കോടികൾ ഉണ്ടാക്കിയിട്ടും നിങ്ങൾ എന്ത് ഇലക്ഷനിൽ നിന്ന് ജയിച്ചാൽ പോലും ഒരു കാര്യമില്ല. കാരണം കൃത്യമായിട്ടും
ചരിത്രം രേഖപ്പെടുത്തും. അയാൾ ഒറ്റുകാരനായിരുന്നു. യൂദാസിന്റെ പരമ്പരയിലേക്ക് എന്താ ഈ കൈ രണ്ടും കുരിശിലടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ അണിയടയ്ക്കപ്പെട്ട് കിടക്കുന്ന ക്രൈസ്റ്റ് പറയുന്ന എല്ലാ സ്നേഹവും, ആ ഒരു ബുദ്ധന്റെ ഒരു സഹനത്തിന്റെയും ക്രൈസ്റ്റിന്റെ ഒരു സ്നേഹത്തിന്റെയും ഒരു തലത്തിലേക്ക് എന്താ സഖാവേ നിങ്ങൾക്കിത് പറ്റാത്തത്? സഖാവല്ല, എന്താണ് ഒറ്റുകാരാ നിങ്ങൾക്കിത് പറ്റാത്തത് എന്ന് പറയേണ്ടി വരും. ഇനിയിപ്പോ 10 വോട്ട് കിട്ടിയാൽ തന്നെ ഒറ്റുകാരായിട്ടുള്ള മറ്റുള്ള പ്രസ്ഥാനത്തിന്റെ വോട്ടല്ലേ കിട്ടാൻ പോണത്. അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തിലുള്ള LDFിലുള്ള കുറച്ച് പേരെ ബ്രെയിൻ വാഷ് ചെയ്ത് കിട്ടുന്ന സെന്റിമെന്റൽ വാല്യൂയിലുള്ള വോട്ടാണ്. എന്ത് കാര്യം? ഒരു 5 വർഷം നിങ്ങൾക്ക് ജനസേവനമായിട്ട് ഇറങ്ങി നടന്നാൽ പോരായിരുന്നു? ഈ വയസ്സുകാലത്ത് BP കൂട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ചില മനുഷ്യരെങ്ങനെ ഗീബൽസ്മാരാകാൻ ഒരു സെക്കൻഡ് മതി. ചെഗൂര എന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ ഗീബൽസിനും മോഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ഹിറ്റ്ലറും മോഹിക്കുന്ന അവസ്ഥയിലേക്ക് വരിക. ഇതെല്ലാം ഈ ഇലക്ഷനോടുകൂടി പുറത്താക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതെല്ലാം എക്സ്പോസ്ഡ് ആവും, വ്യക്തമാക്കപ്പെടും. ഇതിനൊപ്പം നമ്മൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അധികാരം എന്ന് പറയുന്നത് അല്ല അവസാന ലക്ഷ്യം. ജനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ജനങ്ങളുടെ ഒപ്പം അർഹതയുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അവർ ആ അംഗീകാരം നേടുക എന്നുള്ളത് അധികാരമല്ല, ജനങ്ങളുടെ ഹൃദയത്തിലുള്ള അംഗീകാരമാണ് നേടേണ്ടത്. അത് അത്രയും കോടിക്കണക്കിന് മനുഷ്യര് ഒരു അധികാരവും ഇല്ലാതെ ഡെയിലി ബ്രെഡിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിൻ്റെ ഒപ്പം അണിചേരുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ഇത് ടെസ്റ്റ് ചെയ്യപ്പെടണം. ഈ ഇലക്ഷനോടുകൂടി ഇവരെന്താണെന്നുള്ള അസസ്മെന്റ് വരും. ആ അസസ്മെന്റ് നല്ലൊരു ക്രൈറ്റീരിയനായി മാറും. ഇത്രയേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാവും. അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമുക്കൊക്കെ ഈ അധികാരമോഹം ഒന്ന് വെറുതെ വാശി പിടിച്ച് പാർട്ടി പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് ക്രിയേറ്റീവ് ക്രിറ്റിസിസം നടത്തുന്നത് പാർട്ടിക്ക് മനസ്സിലാവും. ഈ നെഗറ്റീവായിട്ടുള്ള സിനിക്കൽ ക്രിറ്റിസിസം പറയുന്ന ആൾക്കാരായി മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലെനിനിസ്റ്റ് മാർക്സിസ്റ്റ് യുക്തിയല്ല, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് യുക്തിയല്ല. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് യുക്തി ക്രിയേറ്റീവ് ക്രിറ്റിസിസം ആണ്. നിങ്ങൾ ഏറ്റവും വിമർശനം ഉന്നയിക്കുമ്പോൾ ക്രിയാത്മകമായ നിർദ്ദേശം കൂടി വെച്ചിട്ടാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. പുച്ഛവാദമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലെ പുച്ഛവാദം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇത്ര കാലം നമ്മളിതൊക്കെ ചെയ്ത ആൾക്കാരെയൊക്കെ ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ പുച്ഛിക്കുക, പ്യൂരിറ്റൻ, ഞാൻ ഭയങ്കര ശുദ്ധവാദിയാണെന്നൊക്കെ വാദിക്കുക. എന്ത് ഗതികേടാണ്. എല്ലാവർക്കും ഉള്ളൊരു പാഠമാണ്. എന്തായാലും ഈ ഒരു പ്രാക്ടീസ് ഇവര് ഈ റബൽ ഈ പറഞ്ഞ വിമതർ എന്ന് പറഞ്ഞിട്ട് ഒരു ചാടിപ്പോയിട്ട് ചെയ്യുമ്പോൾ ഒരു പാഠമാണ്. എല്ലാം ഒരു എക്സ്പെരിമെന്റ് ആണ്, പാഠമാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ലെസനാണ്. അതിന്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് നമുക്ക് എന്താണെന്ന് ആ രീതിയിൽ ഉൾക്കൊള്ളാറുള്ളതാണ്. എന്തായാലും ഇലക്ഷനിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നു, LDF എന്ന് പറയുന്നത് ഒരു 85-90 സീറ്റ് വാങ്ങിയിട്ട് അല്ലെങ്കിൽ 100-ന് താഴേക്ക് സീറ്റുകൾ ആ രീതിയിൽ കിട്ടുന്ന രീതിയിൽ തന്നെ വിജയിക്കണം. വർഗീയ പാർട്ടികൾ കച്ചവടം ചെയ്യാൻ ഭയങ്കര സാധ്യതയുണ്ട്. ഒരു 30 സീറ്റിൽ കൃത്യമായിട്ടും LDF അവർക്ക് സ്വന്തം സാധ്യത ഇല്ലാത്തതൊക്കെ LDFനെ തകർക്കാനുള്ള അജണ്ടകൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഇപ്പോൾ ഈ വിമതര് നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഒരു കച്ചവടത്തിനും ഈ രഹസ്യമായ കച്ചവടത്തിനും ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇതിനും കൂടി മറികടക്കുക എന്നുള്ളതാണ്. നമ്മൾ യുദ്ധത്തെ മറികടക്കാനായിട്ട് ഒരു ലോക ജനത എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള പോലെ ഇവിടെ LDF അത്രയും ഒരു പ്രതിസന്ധിനും മറികടന്നേ പറ്റൂ. അത് സാംസ്കാരികമായിട്ട് മറികടക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് വലിയ ഓഫറുകളൊന്നും കൊടുക്കാൻ പറ്റില്ല. മാക്സിമം ആശയപ്രചരണം ചെയ്യാനുള്ള ചാൻസേ ഉള്ളൂ. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടോക്കോളിലാണ് പോവുക. അപ്പോൾ നമുക്ക് വെറുതെ എന്തെങ്കിലും കാണിച്ചിട്ട് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ജനങ്ങളുടെ ഒപ്പം. അവരുടെ ഹാർട്ടിലേക്ക് ചേരാനുള്ളൊരു 20 ദിവസമാണുള്ളത്. അത് അവരെ ആ ഒരു അസസ്മെന്റ് നെഗറ്റീവ് അപ്പുറത്തുനിന്ന് വരുമ്പോൾ നമ്മൾ പോസിറ്റീവ് പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇതൊക്കെ ഈ നമ്മളെ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുക. അതെല്ലാവരും ചെയ്യുക, സോഷ്യൽ മീഡിയ ചെയ്യുക. അങ്ങനെ മറ്റാരുണ്ട് LDF അല്ലാതെ. ഒരു കവിതയുണ്ട്, ഞാനത് തയ്യാറാക്കിയ കവിതയാണ്. പിന്നീട് ഞാൻ പാർട്ടി ഓഫീസിന് മുമ്പിലൊക്കെ വെച്ച് പാടേണ്ടി വരും. മറ്റാരുണ്ട് LDF അല്ലാതെ. അതിൽ മറ്റാരുണ്ട് എന്നുള്ള സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു വേർഡുണ്ട്. യെസ്, മറ്റാരുണ്ട്, യെസ് LDF. മറ്റാരുണ്ട്, യെസ് LDF എന്നതിൽ തന്നെയുണ്ട്. മറ്റാരുണ്ട് എന്നുള്ളതിൽ യെസ് ഉണ്ട്.
LDF അല്ലാതെ അല്ലാതെ വേറെ ആരുമില്ല. മറ്റാരുണ്ട് LDF അല്ലാതെ മറ്റാരുമില്ല. അതിന്റെ ഉത്തരം മറ്റാരുമില്ല LDF അല്ലാതെ. മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ളതിന് ഞാൻ തിരിച്ചു ചാക്കോടി എന്തിക്കാണ് പറയണം? മറ്റാരും ഇല്ല LDF അല്ലാതെ. ഇതാണ് ഈ സ്നാപ്പിന്റെ ക്യാപ്ഷൻ. മറ്റാരുമില്ല LDF അല്ലാതെ. ലാൽസലാം. പിജാനിയുടെ കഥകൾ ചെയ്യുന്ന സ്നാപ്പിലെ 1602 പക്ഷെ ഇത് 1603 സ്നാപ്പായിട്ട് നമ്മൾ ഇതാണ്. മറ്റാരുമില്ല LDF അല്ലാതെ.